ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ട് ഈ ഫിറോസ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഇപ്പം കുറച്ച് കാര്യങ്ങൾ സജിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതാണ് ഇപ്പോൾ ഭയങ്കര ചർച്ചയായിട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത്. അതിൽ മെയിനായിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ ഉള്ള സമയത്ത് തന്നെ ഭയങ്കരമായിട്ട് അവൾ നേരെ ചൊവ്വേ നിൽക്കത്തില്ല വീട്ടിൽ. എപ്പോഴും ഉണ്ടെങ്കിൽ ട്രാവൽ ചെയ്യണം, അതുപോലെ തന്നെ ഡ്രഗ്സൊക്കെ ഉപയോഗിക്കാറുണ്ട്. അവൾക്കൊരു കൂട്ടുകാരിയുണ്ട്, അവളോട് ഉണ്ടെങ്കിൽ പലവട്ടം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഇത് കണക്ക് സജിനെ അടുത്ത് മറ്റേ കൂട്ടുകാരിയായിട്ട് ബന്ധമൊന്നും വേണ്ട, അല്ലെങ്കിൽ ട്രാവൽ ചെയ്യേണ്ടെന്നുള്ള രീതിയിലൊക്കെ. പക്ഷെ അതൊന്നും കേൾക്കത്തില്ല. എപ്പോഴും ഉണ്ടെങ്കിൽ ഭീഷണിപ്പെടുത്താറുണ്ട്, കത്തിയൊക്കെ കരുത്തി വെക്കുക, അതോടെ തന്നെ ഉണ്ടെങ്കിൽ ഇത് കണക്ക് നരമ്പൊക്കെ മുറിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഉള്ള പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാരണം എനിക്കൊന്നും പറയാനും പറ്റിയിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നാലും കുറച്ച് ഓഡിയോയും കാര്യങ്ങളും ഒക്കെ പുറത്ത് വിട്ടിട്ടുണ്ട്, തെളിവെന്നുള്ള രീതിയിലായിരുന്നു. എന്തായിരുന്നാലും ശരി, ഇപ്പോൾ സജിന മെയിനായിട്ട് പണ്ടുതൊട്ടേ ഒരുപാട് മാനസികമായിട്ട് പ്രശ്നമുണ്ടെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടാണ് ഇതിനകത്തുള്ള ഓരോരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഡ്രഗ്സ് യൂസാണ് മെയിനായിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ പിന്നെ റസൂൽ പൂക്കുറ്റിയായിട്ടുള്ള ഇഷ്ടത്തിനെ കുറിച്ച് ഇതിനെ ഫിറോസ് ഉണ്ടെങ്കിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഞാനുണ്ടെങ്കിൽ ഇതെല്ലാം സഹിച്ചിട്ടുണ്ടായിരുന്നു, ബാക്കിയുള്ളവർ എന്നെപ്പറ്റി ഇത് കണക്ക് കുറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഞാനൊരു കാര്യം ചെയ്തിട്ടില്ല. ഇതൊക്കെ എൻ്റെ കയ്യിലുള്ള തെളിവുകളാണ്. ഞാനുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് വെളിവിടാതിരുന്നതിനൊരു മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നല്ലൊരു രീതിയിൽ തന്നെ പിരിയട്ടെ എന്നുള്ളത് വിചാരിച്ചിട്ട് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഉണ്ടെങ്കിൽ ഇതിനകത്തുള്ളൊരു അവസ്ഥ വന്നുകൊണ്ടാണ് ഞാൻ വെളിവിട്ടതെന്നായിരുന്നു ഫിറോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്.